2022 ശേഷം എത്ര തവണ ഈ കമ്പനിയുമായിട്ട് ഈ മന്ത്രിയും മന്ത്രിയുടെ ബന്ധുക്കളും ചർച്ച ചെയ്തിട്ടുണ്ട്? ഈ ചോദ്യത്തിന് ഇന്ന് വരെ മന്ത്രി മറുപടി പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ കാര്യം അഴിമതി, ഗൂഢാലോചന, ഭരണഘടനാ വിരുദ്ധമായി സത്യപ്രതിജ്ഞാ ലംഘനം, ഈ കാര്യങ്ങളൊക്കെ പൊതുസമൂഹത്തിന് അറിയാൻ ആഗ്രഹമുണ്ട്. ഈ കാര്യങ്ങളെക്കുറിച്ച് വിശദമായ അന്വേഷണം CBI തന്നെ നടത്തണം. കേരളത്തിലെ പോലീസ് അന്വേഷിച്ചാൽ ഇത് എങ്ങും എത്തില്ല. അതുകൊണ്ട് CBI അന്വേഷിക്കണം. ഈ മദ്യനിർമ്മാണ കമ്പനിക്ക് അവിഹിതമായി സ്വകാര്യമായി ഈ അനുമതി കൊടുത്തതിനെക്കുറിച്ച് അന്വേഷണം നടത്തണം. രണ്ടാമത്, ഈ എലപ്പുള്ളിയിൽ തന്നെ ഞാനൊരു 3 ചോദ്യം മന്ത്രിയോട് ചോദിക്കാൻ ആഗ്രഹിക്കുക. ഇത്രയും തിടുക്കപ്പെട്ട് 26 ഏക്കർ സ്ഥലമുണ്ട്, അവിടെ മഴവെള്ള സംഭരണി ഉണ്ടാക്കും, റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് നടത്തും എന്നൊക്കെ വളരെ വ്യാപകമായിട്ട് അദ്ദേഹം വിശദീകരിക്കുകയാണ്. തൊട്ടടുത്ത് 104 ഏക്കറുള്ള സർക്കാരിൻ്റെ മലബാർ ഡിസ്റ്റിലറീസ് ഉണ്ട്. 104 ഏക്കർ സ്ഥലമാണ്. അവിടെ ഒരു മഴവെള്ള സംഭരണി വെക്കാനുള്ള ആലോചന ഗവൺമെൻറ് നടത്തിയോ? 3 വർഷം മുമ്പ് മലബാർ ഡിസ്റ്റിലറീസിന് ആകെ എന്താ വേണ്ടത്? 1,00,000 ലിറ്റർ വെള്ളമാണ് വേണ്ടു. ആ 1,00,000 ലിറ്റർ വെള്ളത്തിന് ആ ധാരണ പ്രകാരം, അതായത് ബീവറേജ് കോർപ്പറേഷനും വാട്ടർ അതോറിറ്റിയും രണ്ടും സർക്കാരിൻ്റെ സ്ഥാപനങ്ങളാണ്. 2 കൂട്ടരും കൂടെ ആലോചിച്ചിട്ടാണ് 1,87,00,000 രൂപ ബീവറേജ് കോർപ്പറേഷൻ വാട്ടർ അതോറിറ്റിക്ക് അടച്ചത്. 3 കൊല്ലം കഴിഞ്ഞു, ഒരു നടപടിയും ആയിട്ടില്ല. അപ്പോൾ സർക്കാർ കമ്പനിക്ക് ഒരു തുള്ളി വെള്ളം കൊടുക്കാൻ 3 വർഷമായിട്ട് കഴിയാത്തവർ വാട്ടർ അതോറിറ്റി മുഖാന്തരം മലമ്പുഴ ഡാമിൽ നിന്നും ഒരു ദിവസം 10 ദശലക്ഷം ലിറ്റർ വെള്ളം കൊടുക്കാമെന്നാണ് ധാരണ. എന്തൊരു വിരോധാഭാസമാണ്! ഒരേ പഞ്ചായത്തിൽ, അതും കുടിവെള്ള വിതരണം ഏറ്റെടുക്കാൻ പോലും കഴിയാതെ വാട്ടർ അതോറിറ്റി ഇപ്പോഴും അസ്ഥാനത്താണ്. 50% പൈപ്പിടൽ പൂർത്തിയാക്കി എന്നാണ് വാട്ടർ അതോറിറ്റി പറഞ്ഞത് പഞ്ചായത്തിനോട്. ഒരു കുടിവെള്ള പദ്ധതി പോലും വാട്ടർ അതോറിറ്റി അവിടെ ഇതുവരെ നടത്തിയിട്ടില്ല. കുഴൽക്കിണറിലൂടെയാണ് അവിടേക്ക് കുടിക്കാനുള്ള വെള്ളം, കൃഷിക്കുള്ള വെള്ളം ആ എലപ്പുള്ളി പഞ്ചായത്തുകാർ കണ്ടെത്തുന്നത്. അവിടെയാണെങ്കിലോ കുടിവെള്ളം മഴക്കാലത്ത് പോലും ലോറിയിലാണ് പഞ്ചായത്ത് അധികാരികൾ വിതരണം ചെയ്യുന്നത്. 500-ലധികം കുഴൽക്കിണർ കുഴിച്ചു, 300-ഓളമാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. ഏകദേശം 200-നടുത്ത് വെള്ളമില്ലാതെ പൂട്ടിയിരിക്കുക. അപ്പോൾ ഗ്രൗണ്ട് വാട്ടർ ലെവൽ എത്രയാണെന്നുള്ളത് എന്തെങ്കിലും ഒരു പരിശോധന ഈ സർക്കാർ നടത്തിയിട്ടുണ്ടോ? രണ്ടാമത്തെ കാര്യം, അടുത്ത ചോദ്യം, ഈ മലബാർ ബ്രാൻഡി എന്ന പേരിൽ ഒരു പുതിയ ബ്രാൻഡ് ഇറക്കുമെന്ന് പറഞ്ഞത് ഇതേ എക്സൈസ് വകുപ്പ് മന്ത്രിയാണ്. എന്തായി ആ മലബാർ ബ്രാൻഡ്? കേരളത്തിലെ പുതിയൊരു ബ്രാൻഡ് ഇറക്കി സാധാരണക്കാർക്ക് വില കുറച്ച് കൊടുക്കുമെന്ന് പറഞ്ഞ ബ്രാൻഡ് എവിടെ? എക്സൈസ് വകുപ്പ് മന്ത്രിയാണ് പറയേണ്ടത്. മൂന്നാമത്തെ കാര്യം, മഴനിഴൽ പ്രദേശം ആയിട്ടുള്ള ഇവിടെ 26 ഏക്കർ എന്ന് ഇവർ അവകാശപ്പെടുന്നുണ്ടെങ്കിലും വില്ലേജിൽ നികുതി അടച്ചിരിക്കുന്നത് 21 ഏക്കറൊക്കെയാണ്. ആ 21 ഏക്കറയാണ് ഒയാസിസ് കമ്പനിയുടെ പേരിൽ 2024-25 വില്ലേജ് ഓഫീസിൽ നികുതി അടച്ചിരിക്കുന്നത്. ഇതിൽ 21 ഏക്കറയിൽ 6 ഏക്കറ നിലമാണ്, അതായത് കൃഷി ചെയ്തിരുന്ന സ്ഥലമാണ്. അതിൻ്റെ തരം ഇതുവരെ മാറ്റിയിട്ടില്ല. ഒരു കാരണവശാലും അത് മാറ്റാൻ കഴിയില്ലെന്ന് റവന്യൂ വകുപ്പ് ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ കമ്പനിക്ക് മറുപടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 6 ഏക്കറ തരം മാറ്റിയിട്ടില്ല. ആ 6 ഏക്കറ വ്യവസായ ആവശ്യത്തിന് ഉപയോഗിക്കാൻ കഴിയില്ല. ബാക്കിയുള്ളത് 15 ഏക്കറയാണ്. ഈ 15 ഏക്കറയിൽ 5 ഏക്കർ സ്ഥലത്താണ് റെയിൻ വാട്ടർ ഹാർവെസ്റ്റ് നടത്തുന്നത് മന്ത്രി പറഞ്ഞിട്ടുള്ളത്. കമ്പനിക്കാരും വേണ്ടിയിട്ടില്ല ഇതുവരെ. വാട്ടർ അതോറിറ്റിയോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട വകുപ്പോ വേണ്ടിയിട്ടില്ല. മന്ത്രി പറയാണ്, എക്സൈസ് വകുപ്പ് മന്ത്രി പറയാണ് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് നടത്തുന്നതാണ്. ഈ 5 ഏക്കർ സ്ഥലത്ത് എലപ്പുള്ളിയിൽ ഇതുപോലെ മഴവെള്ള സംഭരണം നടത്തിയാൽ ഒരു ദിവസം 10 ദശലക്ഷം ലിറ്റർ വെള്ളം കിട്ടുമെന്നാണോ മന്ത്രി ജനങ്ങളോട് പറയുന്നത്? അതിലൊരു വ്യക്തത വേണം. അതിന് അദ്ദേഹം വ്യക്തമാക്കിയത് തൊട്ടപ്പുറത്തുള്ള അഹല്യ കോംപ്ലക്സിൽ, അഹല്യയുടെ മെഡിക്കൽ കോളേജൊക്കെ ഉണ്ട്, ആ കോമ്പൗണ്ടിനകത്ത്, ആ ക്യാമ്പസിനകത്ത് ഒരു ദിവസം കോടിക്കണക്കിന് ലിറ്റർ വെള്ളം ശേഖരിക്കേണ്ടതാണ്. അവിടെ 500 ഏക്കറിലധികം സ്ഥലമുണ്ട് അഹല്യയിൽ. മന്ത്രി പറഞ്ഞത് വടകരപ്പതിയും അതുപോലെ എലപ്പുള്ളിയും പഞ്ചായത്തിലായിട്ടാണ്
ഈ അഹല്യ എന്നാണ്. മറ്റൊരു പഞ്ചായത്ത് കൂടെ ഉണ്ട്, പുതുശ്ശേരി പഞ്ചായത്ത്. 3 പഞ്ചായത്തുകളിലായിട്ട് എലപ്പുള്ളി, അതുപോലെ തന്നെ പുതുശ്ശേരി, വടകരപ്പതി, അങ്ങനെ 3 പഞ്ചായത്തുകളിലായിട്ട് 500-ലധികം ഏക്കർ സ്ഥലമുള്ള അഹല്യക്കാർ, അവർ മഴവെള്ള സംഭരണി ഉണ്ട്. അവിടെ 6 യൂണിറ്റുകളുണ്ട്. ഒരു യൂണിറ്റിൽ 2 കോടി ലിറ്റർ വെള്ളമാണ് ശേഖരിക്കാൻ കഴിയുക. പക്ഷേ ഈ കഴിഞ്ഞ കാലം അത്രയും അതിലൊരു 10% പോലും മഴവെള്ളം സംഭരിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. കാരണം മഴനിഴൽ പ്രദേശമാണിവിടെ. ആ മഴനിഴൽ പ്രദേശത്ത് പരിമിതമായ ജലമാണ് കിട്ടുക, മഴവെള്ളമാണ് കിട്ടുക. ഈ പറയുന്ന സംഭരണി അവിടെ ഉണ്ട്, പക്ഷേ അതിൽ 10% പോലും വെള്ളം ശേഖരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ രാജേഷ് മാധ്യമ സുഹൃത്തുക്കളെയും പത്രക്കാരെയും എല്ലാവരെയും ഫെബ്രുവരി 17-ന് അഹല്യയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടെന്ന് കേട്ടു. ആ ക്ഷണം ഞങ്ങളും സ്വീകരിക്കുകയാണ്. ചാനലിലൂടെ വന്ന ക്ഷണം ഞങ്ങളും വരാൻ തയ്യാറാണ്. അവിടുത്തെ നാട്ടുകാരും വരാൻ തയ്യാറാണ്. കുടിക്കാൻ വെള്ളമില്ലാത്ത അമ്മമാരും വരാൻ തയ്യാറാണ്. അവിടെ കൃഷിക്ക് വെള്ളം കിട്ടാത്ത 2 പൂവൽ കൃഷി നടത്തിയിരുന്ന എലപ്പുള്ളിയിൽ ഇപ്പോൾ വർഷങ്ങളായിട്ട് 1 പൂവൽ കൃഷിയാണ് നടത്തുന്നത്. രാജേഷിന് അറിയുമെന്നറിയില്ല.